ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. 32-ാം സങ്കീർത്തനമാണ് നമ്മുടെ ധ്യാന വിഷയം. ക്രിസ്തീയ സൽഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അനുതാപമാണ്, പശ്ചാത്താപമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദൈവം ഏറ്റവും പ്രസാദിക്കുന്നതാണ് തകർന്നതും നുറുങ്ങിയതുമായിരിക്കുന്ന ഹൃദയത്തോടെ അരുമനാഥൻ്റെ കാൽക്കലിരുന്ന് കരയുക. 32-ാം സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ഈ 32-ാം സങ്കീർത്തനം 4 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തത് പാപമോചനത്തിൻ്റെ സൗഭാഗ്യം. ആദ്യം പറയുന്ന കാര്യമാണ് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. 4 ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പാപമോചനത്തിൻ്റെ സൗഭാഗ്യം, രണ്ടാമത് പരിപാലനത്തിൻ്റെ സൗഭാഗ്യം, 6-7 വാക്യങ്ങൾ. മൂന്നാമത്തത് മാർഗദർശനത്തിൻ്റെ സൗഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. 8-9 വാക്യങ്ങൾ. മാർഗദർശനം, നടത്തിപ്പിൻ്റെ സൗഭാഗ്യം. ഏറ്റവും അവസാനത്തേത് പുനരൈക്യത്തിൻ്റെ, മനുഷ്യനും ദൈവവുമായിട്ട് ഒന്നിച്ച് ഇണങ്ങിപ്പോകുന്നതിൻ്റെ സൗഭാഗ്യം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്, പാപമോചനത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പാപത്തിൻ്റെ 4 വൈരുദ്ധ്യങ്ങൾ നമ്മൾ കണ്ടു. 4 വിധത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ. ഞാൻ മഹാഭാവിയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് കൊട്ടത്തപ്പായിട്ട് പറയുകയല്ല ചെയ്തിരിക്കുന്നത്. പാപത്തിൻ്റെ വിവിധ വശങ്ങളെ കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടും വേദനയോടെ ഏറ്റുപറയുകയാണ്. ലംഘനം, പാപം, അകൃത്യം, കപടം. സങ്കീർത്തനക്കാരൻ എണ്ണി എണ്ണി പറഞ്ഞ് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുകയാണ്, എൻ്റെ ലംഘനം ക്ഷമിച്ചു തരണം, എൻ്റെ പാപം മറച്ചു തരണം, എൻ്റെ അകൃത്യത്തിൻ്റെ കണക്കുണ്ടല്ലോ ആ കണക്ക് മുഴുവൻ മായിച്ചു തരണം, അവസാനം എൻ്റെ കപടം എനിക്ക് ഇല്ലാതാക്കി തരണം. ഇതാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, അതങ്ങനെ പറഞ്ഞു വന്നപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് ഞാൻ ഇത്രയും കാലം മറച്ചു വെച്ചുകൊണ്ടിരുന്നത്, ഞാൻ ഏറ്റു പറയാതിരുന്നത്? ഏകദേശം 1 വർഷക്കാലത്തോളം എൻ്റെ ആയുസ് പാഴാക്കി കളഞ്ഞല്ലോ. ഞാൻ ഇരുട്ടിൽ കൂടി തപ്പിത്തടഞ്ഞ് നടക്കുകയായിരുന്നല്ലോ. ദൈവമില്ലാത്തവനെ പോലെ ഞാൻ അലഞ്ഞു ഉലഞ്ഞു വീണ് നിരാശയിൽ തപ്പി തടയുകയായിരുന്നല്ലോ. വായിച്ച് 3-4 വാക്യങ്ങൾ വായിച്ച്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, ഒന്ന് പാപത്തിൻ്റെ സാരാംശം, 4 കൂട്ടം പാപങ്ങൾ: ലംഘനം, പാപം, അകൃത്യം, കപടം. രണ്ടാമത്തെ കാര്യം പാപം മിണ്ടാതിരുന്നപ്പോൾ. 3-4 വായിച്ച്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, പാപം ഏറ്റുപറയാതിരുന്നപ്പോൾ, പാപം മൂടി വെച്ചപ്പോൾ, കുഴപ്പമൊന്നുമില്ലാന്ന് ഇരുന്നപ്പോൾ ശരീരത്തിനും മനസ്സിനും ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ അത് മുഖാന്തരമായി. നിങ്ങളെല്ലാവരും അത് ഓർക്കണം. ഒരിക്കലും വന്നതായ പാപത്തെ നീതീകരിക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യരുത്. അത് വലിയ കുഴപ്പമാണത്. നിങ്ങൾ മനസ്സിലാക്കണം, ആത്മശരീര മനസ്സുകൾക്ക് ഗുരുതരമായ തിക്തമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കി വെക്കുന്നതാണ് പാപം മൂടി വയ്ക്കുക എന്ന് പറയുന്നത്, പാപം മറച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങ് തുറന്ന് പറഞ്ഞേക്കണം. ഹന്ന ഹൃദയം പകർന്നതുപോലെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളുടെ അനുഭവത്തോടെ പറയട്ടെ, എന്ത് സുഖമാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് ചെന്നിട്ട് അവനെല്ലാം ക്ഷമിച്ചു തരും. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ 3 കാര്യങ്ങൾ നടന്നു.
ഏതൊക്കെയാ വായിച്ചേ? മിണ്ടാതിരുന്നപ്പോൾ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ദൈവത്തിന് ഒന്നാമത്തെ കാര്യം, ഏറ്റവും ശരീരത്തിൻ്റെ ബലവത്തായ ഭാഗമാണ് അസ്ഥികൾ, അതിൻ്റെ സ്കെലിറ്റൻ. ഇപ്പോൾ ഈ തൂണിവിടെ നാട്ടിയിരിക്കുന്നു, ആ കോൺക്രീറ്റിൻ്റെ ഗുണമല്ല, അതിനകത്ത് കമ്പിയുണ്ട്. ആ കമ്പിയാണ് അതിൻ്റെ ബലം. ദൈവത്തിന് അതുപോലെ നമ്മളുടെ ശരീരത്തിൻ്റെ ബലം, ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ കാലിൻ്റെ അസ്ഥിയുടേതായിരിക്കുന്ന ബലം കൊണ്ടാണ്. ദൈവമക്കളെ, ആ അസ്ഥികൾക്ക് എന്ത് സംഭവിച്ചു? മിണ്ടാതിരുന്നപ്പോൾ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. കാരണം എന്നറിയാം, അത്രമാത്രം നിത്യമായ ഞരക്കമായിരുന്നു. ഞരങ്ങിക്കഴിയല്ലേ പലരും. എന്തെല്ലാം വൃത്തികെട്ട പാപങ്ങൾ ചെയ്തു പോയി. ഞാൻ ആ പാപം ചെയ്തുകൊണ്ട് ആ കൊലപാതകം നടന്നു പോയില്ലേ? ഞാൻ ആ പ്രേമത്തിലേക്ക് പോയത് കൊണ്ട് ചില കുടുംബങ്ങൾ തകർന്നില്ലേ? ഞാൻ 2 വാക്കുകൾ പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപോയില്ലേ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ചില നാളുകൾക്ക് മുമ്പ് ഒരു ഡോക്ടർ, വലിയ ഡോക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ പഠിപ്പിച്ചതാണ്. ആ ഭാര്യ ഇപ്പോൾ പിരിഞ്ഞു നിൽക്കുകയാണ്. ഒരു കൊച്ചേ ഉള്ളൂ, 3.5 വയസ്സുള്ളൊരു കൊച്ച്. രാത്രി ഒന്നിച്ചൊരു കട്ടിൽ കിടന്നതാണ്. പക്ഷേ ചില വാക്കുതർക്കങ്ങളുണ്ടായി. വെളുപ്പം കാലത്ത് ആ സ്ത്രീ കൊച്ചിനെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. ഓടി വന്നുള്ളൂ, അത്രമാത്രം സ്നേഹമായിരുന്നു. സാറേ, അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞ ഒരു വാക്കാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. കിടന്നുകൊണ്ട് തന്നെ എന്നെ തല്ലി. ഈ തല്ലുകൊണ്ട് ഞാനിതിന് ആദ്യമായിട്ടാണ് എന്നെ തല്ലി. ഞാൻ പോരേണ്ട കാര്യമൊന്നും നടന്നു, എൻ്റെ അഹങ്കാരം. നാളുകളായി സാറേ, മാസങ്ങളായി എന്നെ വിളിക്കണമില്ല, വന്നുമില്ല, ബന്ധവുമില്ല. എൻ്റെ കാര്യം എന്താകും? ദൈവത്തിന് സ്തോത്രം. ഒറ്റ വാക്ക് അത് വേണ്ടായിരുന്നു. ഇന്ന് വലിയ ഞരക്കമാ സാറേ, ഇന്ന് വലിയ ഞരക്കമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, അസ്ഥികൾ പോലും ക്ഷയിച്ചു പോകും. ഒന്ന്, നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോയി. 2 രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദൈവത്തിന് സ്തോത്രം. 2ാമത്തെ കാര്യം എന്നറിയാം, ഈ അസ്ഥിക്കകത്തുള്ളതായ മജ്ജ പോലും ഉണങ്ങിപ്പോയി. പലരും ക്ഷീണിക്കുന്നു, മാനസികമായും ശാരീരികമായും തളർന്നു പോകുന്നു, സ്തുതിയൊക്കെ നിന്നു പോകുന്നു. 1, അസ്ഥികൾ ക്ഷയിച്ചു ഞരക്കത്താൽ. 2, വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ എൻ്റെ അസ്ഥിക്കകത്തുള്ള മജ്ജ വറ്റിപ്പോയി. എന്തുകൊണ്ട്? ദൈവകോപത്തിൻ്റെ ചൂട് അത് ഭയാനകമാണ്. പാപം വരുത്തി വയ്ക്കുന്ന ഭയാനകമായ ഒരു വിനയ. അത് നല്ല തളിർത്ത് പുഷ്ടിച്ച് നിൽക്കേണ്ടതായിരിക്കുന്ന ജീവിതം ദൈവമക്കളെ കേടുവന്ന മനസാക്ഷിയിൽ ഉണങ്ങിക്കരികയാണ്. ചില പാപങ്ങളാണ്, വരുത്തി വെച്ച ചില വിനകളാണ്. 3ാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കരം അത് അമർത്തുന്ന കരമായി മാറി. നിങ്ങൾക്ക് പറഞ്ഞ പോലെ മനസ്സിലാവുമോ? ദൈവത്തിൻ്റെ താങ്ങുന്ന കരം അത് അമർത്തുന്ന കരമായി, ഭാരമായി തോന്നുകയാണ്. ഒരു സമയത്ത് വചനം കേൾക്കുന്നത്, ദൈവമക്കളെ കാണുന്നത്, കൂട്ടായ്മയ്ക്ക് വരുന്നത് എന്ത് ആനന്ദമായിരുന്നു, എന്ത് സന്തോഷമായിരുന്നു. ഇപ്പോൾ ദൈവമക്കളെ കാണാൻ പയ്യെന്നങ്ങ് മാറിപ്പോകും. മുന്നിലേക്ക് വന്നിരിക്കാൻ മടിയാണ്. ഓർത്തുകൊള്ളണം, എവിടെയോ കുഴപ്പമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത്രയും വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു? സങ്കീർത്തനക്കാരൻ്റെ അനുഭവം അല്ലേ അത്? ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ അനേക പാപങ്ങൾ തെളിഞ്ഞു വരുന്നില്ലേ? ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി പാപങ്ങൾ തെളിഞ്ഞു വരുന്നില്ലേ? കാൽവറി ക്രൂശിൻ്റെ ചോട്ടിലല്ലേ നമ്മൾ വന്നിരിക്കുന്നത്? ഞാൻ ഇന്ന് പലവട്ടം ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്. നിങ്ങളിത് കേട്ടിട്ട് പോയിന്റുകൾ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് തരുന്നായ, ഇപ്പോൾ പനിക്കൊരു മരുന്ന് തരുന്ന എല്ലാവർക്കും അറിയാം, പാരസെറ്റമോൾ എന്നൊക്കെ പറയും. ഈ പാരസെറ്റമോൾ മരുന്നിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ പ്രസംഗിക്കുന്നു. അതിനകത്ത് എന്തെല്ലാം രാസവസ്തുക്കളാണോ ഉണ്ടെന്നുള്ളതായ കാര്യമെല്ലാം പറഞ്ഞു തരുന്നു. അതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളുണ്ടെന്നെല്ലാം പറഞ്ഞു.
നിങ്ങൾക്കെല്ലാം മനസ്സിലായി, നിങ്ങളെല്ലാം കുറിച്ചെടുത്തു. വീട്ടിൽ ചെന്ന് പാരസെറ്റമോളിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് പറഞ്ഞും പഠിപ്പിക്കാൻ തക്കവണ്ണം നിങ്ങൾക്കറിയാം. നിങ്ങളത് കഴിക്കുന്നില്ലെങ്കിലോ വല്ല ഗുണമുണ്ടോ? ഈ അറിവുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തങ്കച്ചവരയ്ക്ക് മോചിക്കാൻ വയ്യാത്ത പാപം ചെയ്തവരായി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് കൈപൊക്കാവോ? ഇന്ന പാപം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് കഴുകുവാനും മോചിക്കാനും സാധ്യമല്ല എന്ന് ഈ കൃപയുടെ കാലത്ത്. ദൈവമക്കളെ, ആ രക്തം വാർന്നൊലിക്കുന്ന കുരിശിൻ ചുവട്ടിലല്ലേ സഹോദരി സഹോദരന്മാരെ, ഞാൻ മക്കളെ എന്ന് പറയട്ടെ, നിങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ന് എന്തിനാ തിരിച്ച് ഈ പാപം കൊണ്ട് പോണത്? അത് നരകമല്ലേ? എ ബിറ്റ് ഓഫ് ഹെൽ. പാപമെന്ന് പറയുന്നത് നരകത്തിൻ്റെ ഒരു കണികയാണ്. ദറ്റ് ഇസ് എ സ്പിരിച്വൽ സയനൈഡ്. നിങ്ങൾക്ക് ഈ മരുന്ന് കഴിക്കും നിങ്ങൾ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ രക്തത്തിൻ്റെ ശക്തി നിങ്ങളെ ഒന്ന് കഴുകട്ടെ. നിങ്ങൾ ഇത് അനുഭവിച്ചിട്ട് വേണം ദൈവം ഇത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട്. അല്ലെങ്കിൽ ലംഘനം ക്ഷമിച്ചും പാവം മറിച്ച് കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്നുള്ള സങ്കീർത്തനം ചൊല്ലിയിട്ട് എൻ്റെ കാര്യം. അതെൻ്റെ ജീവിതത്തിൽ അങ്ങ് യാഥാർത്ഥ്യമാകട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പാപം മുഴുവൻ തിരത്ത് മാറി നിൽക്കുന്ന ക്രൂശിൻ ചുവട്ടിലായിരിക്കണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം വായിച്ച്. 1 മിണ്ടാതിരുന്നപ്പോൾ. 2-ാമത്തെ കാര്യം എന്താണ്? 5-ാമത്തെ വാക്യം വായിച്ച്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എനിക്ക് വാസ്തവത്തിൽ വലിയ വായിൽ സ്തുതിക്കാനായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ പാപം ഞാൻ ഏറ്റു പറഞ്ഞപ്പോൾ, എന്നോടൊന്നും പറയാനല്ല ഞാൻ പറയുന്നത്, കേൾക്കാനൊരു ദൈവമില്ലേ? കേൾക്കാനൊരു ദൈവമില്ലേ? സത്യമല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിവിടെ ഇരിക്കുന്ന കാണുന്ന 2 കണ്ണുകളും ഞങ്ങൾ പറയുന്നത് കേൾക്കുന്ന 2 കാതുകളുള്ള യേശോപ്പയുടെ അടുത്തല്ലേ ഈ പാവപ്പെട്ട അടിയങ്ങൾ ഇരിക്കണത്. എന്ത് യാഥാർത്ഥ്യമാണ് ദൈവമക്കളെ അത്! ഞാനീ പറയുന്നതിൻ്റെ യേശു കേൾക്കണില്ലേ? നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ടോ? അവൻ സത്യമായ ഉണ്മയായ തനിതായ ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവിടെ കിടന്നുകൊണ്ട് തൻ്റെ പാപങ്ങൾ മോഹിച്ചു വന്നിരിക്കുന്നു പറയല്ലേ ഇത്. പാപത്തിൻ്റെ ശിക്ഷയും കുറ്റവും മുഴുവൻ അങ്ങ് ഏറ്റെടുത്ത് രക്തം എന്നെ കഴുകി. ഹല്ലേലൂയ. ഇതൊക്കെ ദൈവമക്കളെ അങ്ങ് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തുള്ളിച്ചാടി സ്തുതിച്ചു പോകും. ഈ അനുഭവങ്ങൾക്ക് ദൈവമക്കളെ നിങ്ങൾ ഈ ഒരു തലോട് നിങ്ങൾ അനുഭവിക്കണം. എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. ദൈവത്തിന് സ്തോത്രം. പാപം മുഴുവൻ അറിയിച്ചു. ഈ സങ്കീർത്തനത്തിൻ്റെ ദിസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദിസ് സാം. ഈ സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ മർമ്മം ഇതിനകത്ത് വാസ്തവത്തിലുണ്ട്. ഐ ഡു അക്നോളജ് മൈ സിൻ. ഐ ഡോണ്ട് വാണ്ട് ടു കവർ മൈ ഇന്നിക്വിറ്റി. ഞാൻ ഒട്ടും മറച്ചു വയ്ക്കത്തില്ല, മാറ്റി അങ്ങ് കാണിക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. എല്ലാം അങ്ങ് തുറന്നു വയ്ക്കുകയാണ്. ദൈവമക്കളെ, മുഴുവനായിട്ട് ചങ്കങ്ങ് തുറക്കണം. എല്ലാം അങ്ങ് തുറക്കണം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളറ മുഴുവൻ തുറന്ന് പാപമോചനം ഒഴുകി വരുന്ന ക്രൂശിൻ ചൂട്ടിൽ മലർത്തി അങ്ങ് വയ്ക്കുമ്പോൾ, ഞാൻ മുഴുവൻ തുറക്കുമ്പോൾ പാപക്ഷമയ്ക്കുള്ള വാതിൽ തുറക്കുകയാണ്. ആ സെൻറ്റൻസ് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഞാൻ എൻ്റെ പാപത്തിൻ്റെ മറ മുഴുവൻ തുറക്കുമ്പോൾ പാപക്ഷമയ്ക്കുള്ളതായ വഴി തുറക്കുകയാണ്. നമ്മളാകെ എന്ത് ചെയ്താൽ മതി? ലംഘനങ്ങൾ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അടുത്ത വാക്കെന്താ? ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി. അത് ഇന്ന് നടക്കാൻ പാടില്ല, ഇപ്പം നടക്കാൻ പാടില്ല. നിങ്ങൾക്കൊരു യേശുപ്പ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് എന്തിനാ കർത്താവ് വന്നിരിക്കുന്നത്? എന്തൊരാശ്വാസമായി! പേടിച്ച് വിറച്ചാണ് മുടിയൻ പുത്രൻ വരുന്നത്. അപ്പനങ്ങാൻ സ്വീകരിക്കുമോ? മകനായിട്ട് മറ്റേ വേണ്ട, വെറും ഒരു കൂലി വേലക്കാരനായിട്ടെങ്കിലും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി നാൾ അവിടെ നീറി പന്നികളുടെ വളവരയ്ക്ക് വേണ്ടി മല്ലടിക്കുന്ന സമയത്ത്, പട്ടിണി കിടക്കുന്ന സമയത്ത്, കിടക്കാൻ പന്നികൾ കിടക്കണതിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടക്കുമ്പോൾ എന്ത് വലിയ ഞരക്കമായിരിക്കും. എന്തിനാ ഞാനിവിടെ ഇങ്ങനെ കിടക്കണേ?
എൻ്റെ അപ്പൻ്റെ വീട്ടിൽ വേലക്കാരത്തിൽ ശേഷിപ്പിക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നാൽ എന്നെ സ്വീകരിക്കുമോ? എൻ്റെ ജീവിതത്തിൽ ആരോഗ്യം പോയി, എൻ്റെ ജീവിതത്തിൽ വസ്ത്രമെല്ലാം പോയി, ചെരുപ്പെല്ലാം പോയി, പണമെല്ലാം പോയി, സൗന്ദര്യമെല്ലാം പോയി, പേരും റെപ്യൂട്ടേഷനും എല്ലാം പോയി. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ആകെ പോകാത്തത്, നഷ്ടപ്പെടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, അപ്പൻ്റെ സ്നേഹം. അപ്പൻ്റെ സ്നേഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ അപ്പൻ്റെ സ്നേഹമുണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ അന്നേരം എഴുന്നേറ്റ് അത് പോയി അങ്ങ് പറഞ്ഞില്ല. അതിനു മുമ്പ് അവിടെ ഇരുന്നെന്ന് തീരുമാനിച്ചു. അതാ ഇവിടെ നടന്നത്. ഞാൻ അപ്പനോട് പറയും, അപ്പാ, സ്വർഗത്തോട് നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഒരു വാക്ക് പറഞ്ഞപ്പോഴേ ഒരു സ്വർഗീയ ചൈതന്യം ഈ മുടിയനായ പുത്രന് കിട്ടി. എഴുന്നേക്കാനുള്ളൊരു ചൈതന്യം. ആരോഗ്യമൊന്നുമില്ല, എല്ലും തോലുമായി. ദൈവത്തിൻ്റെ സ്തോത്രം. അവൻ എഴുന്നേറ്റു. കാലുകൾക്ക് വേഗതയേറി. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ പേടിയുണ്ട്. വിറച്ച ഓരോ കാലം. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഇവിടെ നിന്ന് മുടിയനായ പുത്രൻ ഇറങ്ങി പുറപ്പെട്ടു. അപ്പൻ അവിടെ അറിഞ്ഞു കാണുന്നത്. അപ്പൻ ഓടി വരിക. മുടിയനായ പുത്രൻ വിറച്ച് പയ്യെ കാലുകൾ എടുത്തു വയ്ക്കുമ്പോൾ ഓടി വരുന്ന ഒരപ്പൻ. ആ യേശു ഇവിടെ ഇല്ലേ? എൻ്റെ പാപം ഞാൻ നിന്നോട് അറിയിച്ചു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവൻ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എന്തു വേഗത്തിലാണ്! ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതി, എൻ്റെ പാപം മാത്രമല്ല ക്ഷമിച്ചത്, പാപത്തിൻ്റെ കുറ്റവും ക്ഷമിച്ചു തന്നു. ആ പാപത്തിൻ്റെ കുറ്റം കാൽവറിയിൽ ഏറ്റെടുത്ത് കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ? നിങ്ങളെല്ലാം അങ്ങ് മറന്നേ. പാപത്തിന് ശിക്ഷയുണ്ട് കേട്ടോ. ആ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം പരിശുദ്ധ ശരീരത്തിൽ ഏറ്റെടുക്കാതെ പാപവും എനിക്ക് തരാൻ പറ്റുകയില്ല. മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം. വലത്തുഭാഗത്തെ കള്ളനോട് സുഖമായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കിടന്നുകൊണ്ടല്ല പറഞ്ഞത്. കാൽവറിയിൽ ആ വൃത്തികെട്ട പാപവും കൊലപാതകവും വേശ്യാവൃത്തിയും എല്ലാം ചെയ്ത് ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളില്ലാത്തതായ ആ തൂക്കിയിട്ടിരിക്കുന്ന വലത്തുഭാഗത്തെ കള്ളൻ്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് ശിക്ഷ രുചിച്ചതിന് ശേഷമാണ് കർത്താവ് പറയുന്നത് പിതാവിനോട്, പിതാവേ, ഇവനോട് ക്ഷമിക്കണം, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലിരിക്കും. ആ വലത്തുഭാഗത്തെ കള്ളൻ്റെ അടുത്തേക്ക് നിങ്ങളങ്ങ് വന്നേ. ഓരോരുത്തരും. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പോയിൻ്റല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ യോഹന്നാന്റെ ലേഖനത്തിൽ പറയില്ലേ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ 9ാമത്തെ വാക്യം എന്നാ വായിക്കുന്നത്? അതിൻ്റെ തന്നെ 9 എന്താ? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം. 2 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് ഞാൻ ചിന്തിച്ച 2 വാക്കുകളാണ്. ആദ്യം 7 പറഞ്ഞെന്താ? ദൈവത്തിന് സ്തോത്രം. അവന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം. അടുത്ത വാക്കെന്താ? സകല പാപവും. ദൈവത്തിൻ്റെ സ്തോത്രം. വേശ്യാവൃത്തിയും കൊലപാതകവും വ്യാജവും ലംഘനവും അകൃത്യവും, ദൈവത്തിൻ്റെ സ്തോത്രം, ശാപവാക്കുകൾ പറഞ്ഞതും വ്യാജം പറഞ്ഞതും എന്തെല്ലാം പറഞ്ഞാൽ തീരൂ. സകല പാപവും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് 9 എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് അടുത്ത വാക്ക് സകല അനീതിയും പോക്കി. എത്ര സകലം കേട്ടോ നിങ്ങള്? വെറുതെ ഒന്നും വേദവസനത്ത് പറയില്ല. സകല പാപം പോക്കി ശുദ്ധീകരിക്കാൻ മതിയായ രക്തം. പാപം ഏറ്റു പറയുന്നെങ്കിൽ സകല പാപങ്ങളും മോചിക്കും. 2 സകലമെന്ന് അണ്ടർലൈൻ ചെയ്ത് 100 പ്രാവശ്യം. ദൈവമക്കളെ, ഗിലിയാദിൽ വൈദ്യനില്ലേ? ഗിലിയാദിൽ തൈലമില്ലേ? ഇന്ന് ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പാപമോചനവും രോഗശാന്തിയും നിറഞ്ഞതായ തിരുരക്തം ഗുണകരമായി സംസാരിച്ചിട്ട് ഇവിടെ ഇന്ന് അത്ഭുതം നടക്കട്ടെ. ആരെല്ലാം വിശ്വാസത്തോടെ മുട്ടുമടക്കി കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ അത്ഭുതം നടക്കട്ടെ. എൻ്റെ വാക്കുകളുടെ ശക്തി കൊണ്ടല്ല, അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയ രക്തത്തിൻ്റെ ശക്തിയാൽ സകല പാപവും സകല രോഗവും മാറി സൗഖ്യത്തോടും സുഖത്തോടും ആരോഗ്യത്തോടും വെണ്മയോടും കൂടി എഴുന്നേറ്റ് പോകുന്ന ഒരു കൂട്ടം ജനത്തെ വിശ്വാസവീരന്മാരായി സ്വർഗം കാണും. എന്താ നിങ്ങൾക്ക് തടസ്സം? അതാണ് കുഴപ്പം. നിങ്ങൾ ഓരോരുത്തരും ഹൃദയം തുറന്നെന്ന് കേട്ടേ. ഇന്ന് ഇവിടുന്ന് പാപമോചനം പ്രാപിക്കാതെ ഇറങ്ങിപ്പോയാൽ അതിൻ്റെ ശിക്ഷ നിങ്ങൾ ഏറ്റല്ലേ മതിയാവുകയുള്ളൂ. ഇത് ഇച്ചിരി വേദനിക്കുന്ന വാക്കുകളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
കുഞ്ഞാടിൻ്റെ തങ്കച്ചോര ഗുണകരമായി സംസാരിക്കുന്ന കാൽവറിയിൽ രക്തം വാർന്നൊലിക്കുന്ന കുരിശിൻ ചുവട്ടിലേക്ക് എന്തുമാത്രം വൃത്തികെട്ട ലജ്ജാകരമായിരിക്കുന്ന ഭയാനകമായ തീർത്താൻ വയ്യാത്ത പാപങ്ങളുണ്ടെങ്കിലും സകല പാപവും സകല രോഗവും മാറ്റി ശുദ്ധീകരിച്ച് പാപമോചനവും രോഗശാന്തിയും ശാപം മുറിച്ച് അനുഗ്രഹത്തിന്റെ നിറവോടെ പറഞ്ഞയക്കുവാൻ സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നതായ ഈ സ്ഥലത്ത് നിന്ന് ഈ പാപവും ശാപവും രോഗമായിട്ട് എഴുന്നേറ്റ് പോയാൽ കുറ്റം ആരുടേത്? സ്ത്രീകളൊക്കെ കേട്ടോ? അത് പുരുഷന്മാരൊക്കെ കേട്ടോ? മേലാൽ പാപം ചെയ്യാൻ പരിപാടിയില്ല എന്ന് വ്യക്തമായും സ്പഷ്ടമായും നിയതമായും തീരുമാനിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ കരങ്ങൾ കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ലംഘനങ്ങളെ മറയ്ക്കുന്നില്ല, അത് ഞാൻ മുഴുവനായിട്ട് കൊട്ട കമത്തി ഇടുന്ന പോലെ ഇതാ ക്രൂശിൻ ചോട്ടിലേക്ക് ഇടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ തീ ഇറങ്ങട്ടെ ദൈവമക്കളെ, മുഴുവനായി അങ്ങ് കത്തിക്കട്ടെ, എൻ്റെ ആളത്വത്തെ തീ പിടിപ്പിക്കട്ടെ, രക്താംബരം ഹിമം പോലെ വെളുക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സ്പർജൻ പറഞ്ഞു, രക്താംബരം പോലെയുള്ള പാപങ്ങൾക്ക് രക്തക്കണ്ണുനീർ ഒഴുകണം. രക്താംബരം പോലുള്ളതായ പാപങ്ങൾക്ക് മോചനത്തിന് രക്തക്കണ്ണുനീർ ഒഴുകണം. നഥനയേൽ ഹാർഡി എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞു, നഥനയേൽ ഹാർഡി, അനുതാപം ആത്മാർത്ഥമാണ് എങ്കിൽ പാപക്ഷമ ഉറപ്പാണ്. അനുതാപം ആത്മാർത്ഥമാണെങ്കിൽ പാപം എനിക്ക് വേണ്ട, എനിക്കൊരു വിശുദ്ധനായി ജീവിക്കണം. വന്നതെല്ലാം വന്നു. പാപമോചനം ഒഴി വരുന്ന ദിവസമാണ്, അത്ഭുതം നടക്കുന്ന ദിവസമാണ്. മുടിയമ്പുത്രന്മാർ മടങ്ങി വന്ന അപ്പൻ കെട്ടിപ്പിടിച്ച് സ്നേഹചുംബനം നൽകി അനുഗ്രഹിച്ച് പറഞ്ഞേക്കുന്ന ദിവസമാണ്. പാപിനിയായ സ്ത്രീ കാൽക്കൽ വീണ് കരഞ്ഞപ്പോൾ, മകളെ എന്നിന് അനേകവിധമായ പാപങ്ങൾ മോഹിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് സമാധാനത്തോടെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസമാണ്. അതേ കർത്താവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, മാറ്റമില്ലാത്തവന് സർവശക്തനായി കൃപയാൽ നമ്മളെ നടത്തുന്നു. ഞാൻ ഈ കാലങ്ങളിൽ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഈ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാ കൃപയാൽ നടത്തുന്ന ഈ കൂട്ടായ്മയിൽ നിങ്ങൾ അകന്നു നിൽക്കരുത് കേട്ടോ. ഒരു കാരണം പറഞ്ഞ് നിങ്ങൾ ഒരു ദിവസം പോലും മാറി നിൽക്കരുത്. ചിലർ അങ്ങനെ പറഞ്ഞു, ചിലർ ഇങ്ങനെ പറഞ്ഞു, അങ്ങോട്ട് വരാൻ നോക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ മുഖം കറപ്പിക്കുന്നു. അതൊക്കെ പോകട്ടെ. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ളതായിരിക്കുന്ന സംഭാഷണവും ഏറ്റുപറച്ചിലും മോചനവും നടക്കുന്ന സ്വർഗീയ രംഗം. അവിടെ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു, ആരൊക്കെ എന്ത് പറഞ്ഞു, ആരെല്ലാം എന്നെ നോക്കിയില്ല, മിണ്ടിയില്ല. അതൊക്കെ എന്ത് ബാലിശമായിരിക്കുന്ന ചില വാദമോഹങ്ങളാണ്. കർത്താവ് വേദനിക്കുന്നതല്ലേ? ഇത് ഞാനും എൻ്റെ കർത്താവും തമ്മിലായിരിക്കുന്ന ബന്ധമാണ്. ഹല്ലേലൂയ. ഇത് പാപമാനത്തിൻ്റെ കാര്യമാണ്. ആ വ്യക്തി തരുന്നു അതെടുക്കുന്നൊന്നുമല്ല. എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ക്രൂശിൻ ചുവട്ടിൽ ഞാൻ മുട്ടുമടക്കിക്കൊണ്ട് എൻ്റെ പാപങ്ങൾ മുഴുവനായിട്ടൊന്ന് തുറന്നു പറഞ്ഞു. ഹല്ലേലൂയ. അനുതാപം ആത്മാർത്ഥമെങ്കിൽ പാപക്ഷമ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. ഐസക് ക്രേവൻ വളരെ മർമ്മപ്രധാനമായ ഒരു മർമ്മം പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ നീതിന്യായ കോടതിയിൽ ഞാൻ വളരെ വ്യക്തമായി തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചേറ്റു പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. എല്ലാവരും കേട്ടോ? രക്ഷപ്പെട്ടു പോകാനാരാ? ഞാൻ ആ കൊലവ് ചെയ്തിട്ടില്ല, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അത് വെറുതെ കള്ളസാക്ഷി പറഞ്ഞാണ്. അതേ സമയത്ത് ഒരു പറയുകയാണ്, ഞാനതൊരു നിമിഷത്തിൽ അത് ചെയ്തു പോയി, ഞാനാണ് കുറ്റം ചെയ്തത്, അതിൻ്റെ ആ കടാരി എന്നെടുത്ത് കിടപ്പുണ്ട്. പിന്നെ ദൈവമക്കളെ തെളിവോ അതൊന്നും വേണ്ട, കടാരിയൊക്കെ കാണിച്ചു ചെയ്തു, ശിക്ഷ ഉറപ്പാണ്. ഈ ലോകത്തിലെ കോടതിയിൽ കുറ്റം സമ്മതിച്ചേറ്റു പറഞ്ഞാൽ ശിക്ഷ ഉറപ്പാണ്. അടുത്ത വാക്ക് നിങ്ങൾ കേട്ടെ. എന്നാൽ ദൈവിക കോടതിയിൽ, കാൽവറി കോടതിയിൽ കുറ്റം ഏറ്റു പറഞ്ഞാൽ മോചനം ഉറപ്പാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശബ്ദമൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. മോചനം ഉറപ്പാണ്. കർത്താവേ, എൻ്റെ ഇതുവരെയുള്ള ഇന്ന വൃത്തികെട്ട കോപമില്ലേ, വാശിയില്ലേ, ഭാര്യയുമായിട്ടുള്ള വൈരാഗ്യമില്ലേ, അമ്മായിയുമുള്ളതായിരിക്കുന്ന കലക പ്രവണതകളില്ലേ, ബ്ലൂ ഫിലിം കാണുന്ന ഇതില്ലേ, മറ്റ് വൃത്തികെട്ട ചില പാപങ്ങളില്ലേ, എനിക്കത് വേണ്ട കർത്താവേ. ഞാനിതാ ക്രൂശിനോട്ടിൽ വെച്ചിരിക്കുന്നു, വന്നതെല്ലാം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോചനം ഉറപ്പാണ്. ദൈവമക്കളെ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഈ മോചനം പ്രാപിക്കാതെ ഒരു കുഞ്ഞും വലിയവനും ചെറിയവനും സ്ത്രീയും പുരുഷനും ഇവിടെ എഴുന്നേറ്റ് പോകരുത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ കിട്ടിയ പാപമോചനം, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഹല്ലേലൂയ ഭാഗ്യാവസ്ഥയിൽ ദൈവത്തെ സൂക്ഷിച്ചിട്ട് വേണം പോകാനായിട്ട്. ഒന്ന്,
പാപമോചനത്തിൻ്റെ സൗഭാഗ്യം. രണ്ടാമത് വായിച്ച് 6-7 വാക്യങ്ങൾ, വേഗം വായിച്ച് 6-7 വാക്യങ്ങൾ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അതവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത് പരിപാലനത്തിന്റെ സൗഭാഗ്യം. പരിപാലനത്തിന്റെ സൗഭാഗ്യം. ഒന്ന് പാപമോചനത്തിന്റെ സൗഭാഗ്യം, 2 പരിപാലനത്തിന്റെ സൗഭാഗ്യം. പെരുവെള്ളം കവിഞ്ഞു വന്നാൽ അത് അവനോളം എത്തുകയില്ല. നിനക്ക് ഞാൻ മറുവിടമായിരിക്കും. നീ കഷ്ടകാലത്തിൽ എന്നെ സൂക്ഷിക്കും. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? പാപമോചനം കിട്ടിയതായ ഒരു ദൈവ ഇതിൻ്റെ തുടർന്നുള്ള പരിപാലനത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനാണ്. കാക്കും. ഇരമ്പി കയറി വരുന്നതായ പെരുവെള്ളത്തിൻ്റെ കവിഞ്ഞ് ഒഴുക്ക് എല്ലാം തീർന്നു വിചാരിക്കും. അതൊക്കെ അങ്ങ് ഇറങ്ങിപ്പോകും. കാരണം ഭക്തനെ കരുതുന്ന കാക്കുന്ന 2 കരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൂരിൽ താഴിൽ കൂടെ നടന്നാലും ഞാൻ ഒരിടത്തും ഭയപ്പെടുകയില്ല. എൻ്റെ മെടുക്കൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കെന്തുണ്ട്? എനിക്കൊരു മറവിടമുണ്ട്. There is a hiding place. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. ഡൊണാൾഡ് വില്യംസ് പറഞ്ഞു, ദൈവത്തിൻ്റെ തിരുഹൃദയം തൻ്റെ പുത്രനിലൂടെ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒളിവിടമായി തുറന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊതിയോടെ പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് ഓരോ ദിവസം കഴിയുന്നതോറും ചെറുതായി വരണം. എല്ലാം കൊണ്ടും ഒരിടത്തും ഒന്നും. ഹല്ലേലൂയ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തിനാ? എൻ്റെ ഒളിവിടം ചെറുതാണ്. എൻ്റെ അരുമനാഥൻ്റെ തുളക്കപ്പെട്ട തിരുവിലാവിലൊന്ന് ഒളിഞ്ഞിരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാം. 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. എല്ലാവരും കേട്ടത്? There is an appointed time for your salvation. There is an acceptable and favorable time for your salvation. കണ്ടെത്താവുന്നൊരു കാലമുണ്ട്. ഇന്ന് ഈ 32-ാം സങ്കീർത്തനത്തിന്റെ മോചനം ഒഴുകി വരുന്നതായ സമയത്ത് കണ്ടെത്താവുന്ന കാലമാണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ക്രൂശിൻ ചോട്ടിലേക്ക് വിശ്വാസത്തിന്റെ മുഴങ്കാൽ ഇഴഞ്ഞു നീങ്ങി വന്ന് രക്തം വാർന്നൊലിക്കുന്ന കർത്താവായി യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി പാപത്തോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞ് മോചനം പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് ഇറങ്ങിപ്പോകാൻ ദൈവം കണ്ട അക്സെപ്റ്റബിൾ ടൈമാണ്. ദൈവത്തിന് സ്തോത്രം. God will not extend the period of grace indefinitely. പൗലോസ് പറഞ്ഞ എന്താ വായിച്ചേ? 2 കൊരിന്ത്യർ 6:2 വായിച്ചേ. 2 കൊരിന്ത്യർ 6:2. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇപ്പോഴാകുന്നു, റൈറ്റ് നൗ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് സുപ്രസാദ കാലം. എന്തിനുള്ളത്? പാപമോചനം പ്രാപിക്കാൻ, സാരം മുറിഞ്ഞു കിട്ടാൻ, എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തങ്കച്ചോര ഒഴുകി വരുന്ന സമയം. ഇതാണ് സുപ്രസാദ കാലം. അടുത്ത വാക്യം വായിച്ചേ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവത്തിന് ഇപ്പോഴാകുന്നു രക്ഷ. ദൈവമേ, ഇതൊക്കെ പാവപ്പെട്ടതിന് ഊന്നി പറയാനല്ലേ പറ്റുള്ളൂ. ദൈവമക്കൾക്ക് അത് ബോധ്യം വരുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇത്ര വലിയ രക്ഷ ഈ സമയത്ത് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി കഴിയും? ഹല്ലേലൂയ. പ്രവാചകൻ എന്താ പറയുന്നത്? 49:8 വായിച്ചേ. 49:8. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. പ്രസാദകാലമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രസാദകാലം, രക്ഷാ ദിവസം. 2 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചോ. ദിസ് ഈസ് ദി മോസ്റ്റ് അക്സെപ്റ്റബിൾ ടൈം, ദി ഫേവറബിൾ ടൈം. ഹല്ലേലൂയ. ദി ടൈം ഓഫ് ഫേവർ. ഗോഡ് വിൽ നോട്ട് എക്സ്റ്റെൻഡ് ദി പീരിയഡ് ഓഫ് ഗ്രേസ് ഇൻഡെഫിനിറ്റ്ലി. ഏശയ്യ 55:6-7 വായിച്ചേ. ഏശയ്യ 55:6-7. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത്. എന്റെ ദൈവമേ, വചനം എത്ര സത്യമാണ്. യഹോവയെ കണ്ടെത്താവുന്നൊരു സമയമുണ്ട്. അതിപ്പോഴാണ്. പിന്നെ തപ്പിട്ട് കാര്യമില്ല. കർത്താവ് ഇവിടെ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. വായിച്ചേ.
യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടൻ തന്റെ വഴിയെയും. ദൈവത്തിന് സ്തോത്രം. അവൻ അടുത്തിരിക്കുകയാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ബാക്കി കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്, ഇത് രക്ഷാ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് അംഗീകാരത്തിന് സമയമാണ്. കൃപയുടെ വാതിൽ പൂട്ടുന്നതിന് മുമ്പ് തുറന്നിരിക്കുന്ന സമയമാണ്. അരുമനാഥൻ മാടി വിളിക്കുകയാണ്, സഖായിയെ വേഗം ഇറങ്ങി വാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടവനായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇടവരുത്. പാപം കഴുകിക്കിട്ടാത്തവനായി നരയോഗ്യനായി ആരും പോകാനായിട്ട് ഇടവരരുത്. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടയാളങ്ങളുടെ കാലം തീർന്നു പോയിട്ടില്ല. കാരണം അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ ഉടയവനായിരിക്കുന്ന യേശു ജീവിക്കുന്നു. കുഞ്ഞാടിൻ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ ഒന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. രക്തം കഴുകട്ടെ, രക്തം വീണ്ടെടുക്കട്ടെ, രക്തം മോചിക്കട്ടെ, രക്തം സൗഖ്യം തരട്ടെ, രക്തം അടയാളമിടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തം കാവലും കോട്ടയുമായി സംരക്ഷണം തരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തോട് യാത്ര പറഞ്ഞ് കുഞ്ഞാടിൻ രക്തത്തിന്റെ അടയാളം നെറ്റിമേലിട്ടുകൊണ്ട് യഹോവയ്ക്ക് വിശുദ്ധമെന്ന നെറ്റിപ്പട്ടം കെട്ടിക്കൊണ്ട് ഹല്ലേലൂയ യേശുക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട അടിമയായി ഹല്ലേലൂയ, ഹല്ലേലൂയ ചൂടടയാളമുള്ള മക്കളായി നിങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ ദൈവം കണ്ട രക്ഷാ സമയമാണ്. മോസ്റ്റ് അക്സെപ്റ്റബിൾ ടൈം. ഹല്ലേലൂയ. ഇത് കൃപയുടെ സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മുടിയൻ പത്രന്മാർ വരട്ടെ. അപ്പൻ ഓടി വന്നിട്ടുണ്ട്. യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. യേശുവിന്റെ രക്തം പുരണ്ട കരം ആലിംഗനം ചെയ്യാൻ നോക്കി നിൽക്കുകയാണ്. യേശു ചുംബനം തരാൻ വേണ്ടി കൊതിയോടെ നിൽക്കുകയാണ്. ആ ചുംബനം ഏറ്റുവാങ്ങുക, അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് സമാധാനത്തോടെ പോകുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം.